ഹലോ, കുറച്ച് വേസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിലേ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ടേബിൾ ഡെക്കർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് തികച്ചും വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സാണ്. ഇനി പേപ്പർ എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് ഇതുപോലെ ചുരുട്ടിക്കൊണ്ട് പോകണം. ഇങ്ങനെ ചുരുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എഡ്ജിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പശയോ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ പേപ്പറിനെയും ഇതുപോലെ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് A4 സൈസിലുള്ളൊരു പേപ്പറാണ്. അതിനെ ആദ്യം നടുവായിട്ട് മടക്കുക. അതിന്ന് പിന്നെ വീണ്ടും ഒന്നും കൂടെ മടക്കണം. ഇതിൽ കാണുന്ന പോലെ നിങ്ങൾ മടക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 എണ്ണം നമുക്ക് ഇതിന്ന് കിട്ടും. അത് 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ വേണ്ട എണ്ണം എന്ന് പറയുന്നത് 10 എണ്ണമാണ്. 10 സ്റ്റിക്ക് ഇതിന്ന് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ 4 എണ്ണം നമുക്ക് ഇതിന്ന് കിട്ടുള്ളൂ. ആ 4 എണ്ണം ഒരേ സൈസിലുള്ളതായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഏകദേശം പകുതി സൈസിലുള്ള 4 എണ്ണം കൂടെ വേണം. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന 2 എണ്ണം കൂടെ വേണം. അങ്ങനെ ടോട്ടൽ നമുക്ക് വേണ്ടത് 10 എണ്ണമാണ്. അപ്പോൾ നമ്മളെല്ലാതും അതേപോലെ ഇതിനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യണതെന്ന് നോക്കാം. ഏകദേശം ഒരേ സൈസിലുള്ള കുറച്ച് വലുപ്പത്തിലുള്ള 4 എണ്ണമാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പകുതി സൈസിലുള്ള 4 എണ്ണം കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തതിനെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി വേണ്ടത് ലാസ്റ്റ് കട്ട് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിൽ 2 എണ്ണം വേണം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നുമേ ഒട്ടിച്ചു കൊടുക്കാം. 2 എണ്ണം വീതം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ട് സാധാ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ഒട്ടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, ഒരു ലാഡറിൻ്റെ പോലെ. എന്നാൽ ഏറ്റവും ടോപ്പിൽ എന്താ പറയുക, അടുപ്പിച്ച് വെക്കണം, താഴേക്ക് അകത്തിയിട്ടും. അപ്പോൾ ഇതേ കണ്ടോ, ഇതേപോലെയാണ് നമുക്കൊരു ഫോട്ടോ അവിടെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം അതേ സൈസിലുള്ളൊരു പേപ്പർ വെച്ചിട്ട് നോക്കുക, അളവ് നോക്കിയിട്ട് ഒട്ടിക്കുക. ടോപ്പിൽ വരുന്നത് ഇങ്ങനെയാണ് വരേണ്ടത്. അവിടെ അധികം വിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് കറക്റ്റായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒട്ടിക്കാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ്. കാരണം പെട്ടെന്ന് ഒട്ടിക്കിട്ടേണ്ടതായതുകൊണ്ടാണ്. ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാം. ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഉറപ്പുണ്ടായിരിക്കും. ഇനി ബാക്ക് സൈഡിൽ ബാക്കിയുള്ള 2 എണ്ണമില്ലേ, അതും ഒരുമിച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഏറ്റവും വിട്ട് കുറവുള്ള സൈഡിലാണ് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി നിലത്ത് വെച്ച് നോക്കുക, കാരണം സ്റ്റാൻഡ് പോലെയാണ് അത് നിൽക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്കൊരു 80% ഇതോടെ കഴിഞ്ഞു. ലാസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്കൊരു വുഡൻ ടച്ച് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാനതിനൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വുഡൻ ഷെയ്ഡ് പോലെ തോന്നും. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ലുക്ക് വരാൻ കളർ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഒരു വുഡൻ ടച്ച് വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബ്രൗൺ കൊടുത്തത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് എല്ലാം അതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് പേപ്പർ ചുട്ടിക്കുട്ടി വേസ്റ്റ് ബിന്നിൽ ഇടുന്നതിന് പകരം ഇങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ആ സ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വെക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്?